റാണിയെ നമ്മൾ സമയം കാണിച്ചേക്കാം 2:30 ആയിട്ടുണ്ട്. നാട്ടില് 5 മണി. പോകാൻ പോകുന്ന നമ്മളൊരു ആ ബ്രിഡ്ജിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. ഇതിൽ കൂടെ വാക്കിംഗ് അലോഡ് അല്ല. ഈ ടൈമിൽ ഡേഞ്ചറാണ്. നല്ല ആക്സിഡൻ്റ് ആവും. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, കുറേ തിയറീസ് ഉണ്ട്. അതിൽ കൂടെ നടക്കാൻ പാടില്ല, പ്രശ്നങ്ങളാണ്. അതിലൊരു ഹൊറർ അതിലേക്ക് കിടക്കും. ഞങ്ങളുടെ സൗദി സൈക്കിളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പാലത്തിൽ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ സൈക്കിളിൽ പോയതാ, ഇടിച്ച് മരിച്ചെന്ന് പറയുന്നത്. മെനങ്ങാന്ന് ഒരു ഹിന്ദിക്കാരൻ. സൈക്കിളൊന്നും ഓടില്ല. സൈക്കിളൊക്കെ പറമ്പിന്റെ താഴെ. തമാശ പറഞ്ഞില്ല, കാര്യമായിട്ട് തമാശ പറഞ്ഞില്ല, ജുമ്മയുടെ തമാശ പറഞ്ഞില്ല. നീ അവിടെ എത്താറാമെന്ന് വെച്ച് കട്ടിക്ക് പറയുന്നത് വിട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആ പാലത്തിൽ നമ്മളിപ്പോൾ എത്തത്തേ ഉള്ളു. നമ്മളിപ്പോൾ എത്താറായി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് പാലം. നമ്മളിപ്പോൾ കണ്ട ഏതാണ് പാലം പോയത്. ഇന്നലെ പോലും ഒരു മരണം സംഭവിച്ചതാണ്. എൻ്റെ തിരുവനന്തപുരത്തിൽ ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പണ്ട് ഒരു സൗദി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ ഇടിയായും അവിടെ തന്നെ മരിച്ചതാണ്. ആ വണ്ടി പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. കേട്ടോ, ആ വണ്ടി ഹണ്ടിങ് പ്ലേസസ് ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ സുരക്ഷയ്ക്ക് ബാക്കിൽ നമ്മുടെ കമാൻഡോ ബോക്സ് വരുന്നുണ്ട്. കണ്ടോ, ബോക്സിന് കാണിച്ചോളൂ. അതാണ് ഫുള്ള് ചെക്കിങ്ങിലും ഫോണിലാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ടുപേർക്കും? മെയിനായിട്ട് ബംഗാളിയാണ് പേടി. കാരണം എന്ന് വെച്ചാൽ മെനങ്ങാന്ന് ഇടിച്ച് മരിച്ചതേ ഉള്ളൂ. മെനങ്ങാന്ന് പാലത്തി ഈ മുട്ടയടിച്ചിരിക്കുന്ന യുവാവാരാണ്. കുറിച്ച് വ്ലോഗ് എടുക്കാൻ വേണ്ടി നിങ്ങൾ കണ്ട് കേട്ടോ. ചാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അവിടെ ചില അടയാളങ്ങളൊക്കെ കിടപ്പുണ്ടെന്നാണ്. അവിടെ കിടപ്പുണ്ടെന്നാണ്. സൈക്കിൾ പാലത്തിന്റെ അടിയിലാന്ന്. സൈക്കിൾ പാലത്തിന്റെ അടി മറിഞ്ഞ് ആള് റോഡിൽ വീണു, അങ്ങനെ മരിച്ചെന്നാണ് പറയുന്നത്. ചിലവരൊക്കെ പറയുന്നത് സൈക്കിള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നു. ബാക്കി പോസ്റ്റ് നമ്മള് പാലത്തിൽ എത്താറായി. ഏതാനും നിമിഷം തമാശയാണ്. ഞാൻ നിന്നെ ആയിരിക്കും വലിച്ച് താഴെ ഏകാൻ നിമിഷത്തിനകം നമ്മൾ അവിടെ എത്തുന്നതാണ്. പിന്നെ ചെറിയൊരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അടുത്തെത്തുമ്പം ഒരു വല്ലാത്തൊരു മൈന്യൂട്ട് സൈക്കിള് ചവിട്ടുന്ന പോലെ. ഈ സൈക്കിള് പോകുന്ന പോലെയല്ലേ തോന്നുന്നത് ഇവിടെ. നമുക്ക് തോന്നിയതാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. തണുപ്പും കൂടി ക്ലൈമറ്റ് ചേഞ്ച് ആയി. നമ്മളെ അണയ്ക്കുന്നുണ്ട് വല്ലാണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അണയ്ക്കുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ബംഗാളി വന്നപ്പം ഒന്ന് പേടിച്ചെന്ന് പറഞ്ഞ ശബ്ദം ബംഗാൾ ഭാഷയിൽ കിടന്ന് ബഹളം മലയാളത്തിൽ പറയൂ. അത് ശരി. ഒരു ബംഗാളി വന്നപ്പോ ബംഗാള ഭാഷയിൽ സംസാരിച്ച് അവൻ പേടിച്ച് ആ വക്കാലെ വന്നിരുന്ന കാര്യം പറഞ്ഞു. നമ്മള് പാലം കയറാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു പാലം 1 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 1 കിലോമീറ്റർ ഇവിടെ നിന്നാണ് ഈ പാലം സ്റ്റാർട്ടിങ്. ഇവിടുന്ന് ഇച്ചിരി ഒരു ഭാഗത്ത് വെട്ടമുണ്ട്, പിന്നെ അങ്ങോട്ട് ഇരുട്ടാ. പിന്നെ നമ്മൾ ഈ ഒരു ലൈറ്റ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ ആ പാലമാണ്. ഈ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലമാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പോവുകയാണ്. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, പോയേ പറ്റൂ. നമുക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ സൈഡൊക്കെ ഒന്ന് കാണിക്കാം. ഇവിടെ മൊത്തം കാടും കാര്യങ്ങളും. നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കല്ലേ, മാക്സിമം തിരിഞ്ഞു നോക്കാൻ നടക്കാം. ഫ്രണ്ടിലാരാ നടക്കുന്നത്? ഞാൻ നടക്കാം. ക്യാമറ ഞാൻ ഫ്രണ്ടിൽ നടക്കാം. നടക്കണേ. ഓക്കെ. മേല് പിരിക്കുന്നു കേട്ടോ. മേല് പിരിക്കും. എനിക്ക് പിരിക്കുന്നു സത്യമായിട്ട്. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട്. ഞാൻ സെൽഫി ആക്കും. പാലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആണ്. സൈഡിൽ നോക്കിയാൽ കാട്, ഇപ്പം താഴ്ചയാണ്, പാലമാണ്. അവിടെ അതേപോലെ തന്നെ ചെറിയൊരു ഇരുട്ടിലേക്ക് കയറുകയാണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലിയർ കൊണ്ടായിരിക്കും ഇവിടെ ഒരു വെട്ടം തോന്നിക്കുന്നത്. ഈ മൊത്തത്തിൽ ഇരുട്ടിലോട്ട് പോകാം. പക്ഷെ എൻ്റെ ഫോണിലൊരു വെട്ടം കാണിക്കുന്നു. നമുക്ക്
എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ആണ് തോന്നുന്നു ഇത് വെക്കാൻ കാണിക്കും നോക്കി എന്തേ നോക്കടേക്ക് നമ്മളിപ്പോ നോക്കി ഇവിടെ നോക്കി കണ്ടല്ലോ റിഫ്ലക്ഷൻ അടിക്കുന്നതാണ് റിഫ്ലക്ഷൻ അടിക്കുന്നു ഇതാണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗത്താണ് ഈ ഒരു ഭാഗം വെച്ചാണ് വണ്ടി ഇടിക്കുന്നത്. വണ്ടി ഇടിച്ച് സൈക്കിൾ ആ സ്പോട്ടിൽ പാലത്തിനപ്പുറം നടന്നു പോയ ആള് ഇവിടെയാണ് വീഴുന്നത് സംഭവം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ എന്തായാലും നമ്മൾ പൂർണ്ണമായിട്ട് പാലത്തിൽ കയറിയിട്ടുണ്ട്. വണ്ടികൾ പോകുന്നുണ്ട്, സേഫല്ല, നടക്കുന്നത് സേഫല്ല. വണ്ടിയിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ നടക്കുന്നത് സേഫല്ല ഗൈസ്. ഞങ്ങളൊരു 3 പേരുണ്ട്, ബാക്കിലൊരാളുണ്ട്, ഞങ്ങൾ 3 പേരാണ്. നമ്മൾ പാലത്തിന്റെ നടുക്കെത്തി നോക്കാം. നടുക്കെത്തിയിട്ടില്ല ഇതുവരെ, നമ്മൾ നടുക്കായിട്ടില്ല. അതാണ്, നടുക്കായിട്ടില്ലല്ലോ. ഫ്ലാഷ് നല്ല ഇരുട്ടിലാണ് നിൽക്കുന്നത്. നല്ലൊരു